ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ശൈവക്ഷേത്രമാണ് ശ്രീകാളഹസ്തീശ്വര ക്ഷേത്രം. പഞ്ചഭൂതക്ഷേത്രങ്ങളിൽ ഒന്നായ കാളഹസ്തിയിൽ വായുലിംഗമാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗത്തിൽ നിന്ന് രക്തം ഒഴുകുന്നത് തടയാനായി കണ്ണപ്പ തന്റെ രണ്ടു കണ്ണുകൾ ഭഗവാൻ നൽകാൻ തയ്യാറായ സ്ഥലമാണ് ഇത്. ശിവൻ കണ്ണപ്പനെ ഈ പ്രവൃത്തിയിൽ നിന്നും തടഞ്ഞു നിർത്തി മുക്തി നൽകി. ക്ഷേത്രനഗരമായ തിരുപ്പതിയിൽ നിന്നും 36 കിലോമീറ്റർ അകലെയാണ് കാളഹസ്തീശ്വര ക്ഷേത്രം. രാഹുകേതു ക്ഷേത്രം എന്ന വിശേഷണവും ഈ ക്ഷേത്രത്തിനുണ്ട്. 5-ാം നൂറ്റാണ്ടിലാണ് പ്രധാന ക്ഷേത്രം നിർമ്മിച്ചത്. ചുറ്റമ്പലം 12-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരുമാണ് നിർമ്മിച്ചത്. ശിവനെ വായുരൂപത്തിൽ ശ്രീകാളഹസ്തീശ്വരനായി ഇവിടെ ആരാധിച്ചുവരുന്നു. കാളസർപ്പദോഷ പൂജ, രാഹുകേതുദോഷനിവാരണ പൂജ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. 1516 ശ്രീകൃഷ്ണദേവരായർ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാനും അടി അകലെ ഒരു വലിയ ഗോപുരം നിർമ്മിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഒരു ചെറിയ ഗോപുരം ഉണ്ട്. പുറം പ്രകാരത്തിൽ ഒരു ഭൂഗർഭ ഗണപതി ക്ഷേത്രമുണ്ട്. അതേസമയം ഏറ്റവും അകത്തെ പ്രകാരത്തിൽ ശിവന്റെയും പാർവതിയുടെയും ക്ഷേത്രങ്ങളുണ്ട്. പ്രധാന കവാടത്തിനു മുകളിലുള്ള ഈ പുരാതന ഗോപുരം 36.5 മീറ്റർ 120 അടി ഉയരമുള്ളതും മുഴുവൻ ക്ഷേത്രവും കൊത്തുപണികളാൽ അലങ്കരിച്ചതുമാണ്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള വിശാലമായ കാളഹസ്തീശ്വര ക്ഷേത്രം ഒരു കുന്നിനോട് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വർണ്ണമുഖി നദിയുടെ തീരത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ കുന്ന് ക്ഷേത്രത്തിന്റെ മതിലായി വർത്തിക്കുന്നു. ക്ഷേത്രപ്രകാരങ്ങൾ തൊട്ടടുത്തുള്ള കുന്നിന്റെ രൂപരേഖ പിന്തുടരുന്നു. അതിനാൽ ക്ഷേത്ര പദ്ധതി വളരെ ക്രമരഹിതമാണ്. ക്ഷേത്രത്തിന്റെ വടക്ക് ദുർഗാംബിക കുന്നും തെക്ക് കണ്ണപ്പർ കുന്നും കിഴക്ക് കുമാരസ്വാമി കുന്നുമാണ്. 10-ാം നൂറ്റാണ്ടിലെ ചോളന്മാരുടെ ഭരണകാലത്തിന്റെ അടിത്തറയാണ് ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഘടനയെന്ന് ലിഖിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. തമിഴ്നാട്ടിലെ ചോള ഭരണാധികാരികളുടെയും വിജയനഗര ചക്രവർത്തിമാരുടെയും തുടർന്നുള്ള വർഷങ്ങളിൽ മെച്ചപ്പെടുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്തി. ചിലന്തി അഥവാ ശ്രീ, സർപ്പം അഥവാ കാല, ആന അഥവാ ഹസ്തി എന്നീ ജീവികൾ ശിവനെ വളരെ ഭക്തിയോടെ ആരാധിച്ചിരുന്നതിനാലാണ് ശ്രീകാളഹസ്തിക്ക് ആ പേര് ലഭിച്ചത്. ഒരു ചിലന്തി ശിവലിംഗത്തിനു മുകളിൽ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ വലകെട്ടി താമസിച്ച് ഭഗവാനെ ആരാധിച്ചു. ഒരു ദിവസം ഒരു കാറ്റ് ഉയർന്നുവന്ന് വിളക്കിലെ അഗ്നി ചിലന്തിയുടെ വലകളെ നശിപ്പിച്ചു. ചിലന്തി ഇത് കണ്ട് ജ്വാല വിഴുങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ഇത് അതിന്റെ ജീവൻ അപകടത്തിലാക്കി. അതിന്റെ ഭക്തിയെ അഭിനന്ദിച്ച ശിവൻ പ്രത്യക്ഷപ്പെട്ട് ചിലന്തിക്ക് മോക്ഷം നൽകി. ജനനമരണ ചക്രത്തിൽ നിന്ന് അത് മോചനം നേടി. അതനുസരിച്ച് അത് ശിവനുമായി, അതായത് ആത്മാവുമായി ഒന്നായി. അപൂർവ രത്നങ്ങൾ, മുത്തുകൾ, മാണിക്യങ്ങൾ എന്നിവ സമർപ്പിച്ചുകൊണ്ട് ഒരു മൂർഖൻ ശിവനെ ആരാധിച്ചു. പാമ്പ് പൂജിച്ചതിനുശേഷം അടുത്തുള്ള നദിയിൽ കുളിച്ച് ശുദ്ധീകരിച്ച ഒരു ആന ആരാധനയ്ക്കായി എത്തി. തയ്യാറെടുപ്പിനായി അത് തുമ്പിക്കയിൽ നിന്ന് വെള്ളം തളിച്ചു. മൂർഖൻ സമർപ്പിച്ച രത്നങ്ങൾ തെറിച്ചുപോയാ പിന്നീട് ആന ഒരു പുണ്യവൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ട് ബലിപീഠം അലങ്കരിക്കാൻ തുടങ്ങി. മൂർഖൻ തിരിച്ചെത്തിയപ്പോൾ അതിന്റെ വഴിപാടുകൾ അനാദരിക്കപ്പെടുന്നതും പകരം ഇലകൾ മാത്രം ഉപയോഗിക്കുന്നതും കണ്ട് അത് കോപിച്ചു. അങ്ങനെ അത് ഇലകൾക്ക് പകരം രത്നങ്ങൾ ഇട്ടു. ഇത് കുറേ ദിവസങ്ങൾ ആവർത്തിച്ചു. ഒരിക്കൽ ആന ഇലകൾ കൊണ്ട് ആരാധനയ്ക്കായി ഒരുങ്ങിയപ്പോൾ മൂർഖൻ തുമ്പിക്കയിൽ വിഷം കുത്തിവച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ആന പാമ്പിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ ശിലാബലിപീഠത്തിൽ തലയിടിച്ചു. പാമ്പ് തുമ്പിക്കയിൽ നിന്ന് വീണു, മുറിവേറ്റു മരിച്ചു. ആന വിഷം ഏറ്റ് മരിച്ചു. ഭഗവാനോടുള്ള സ്നേഹത്തിനുവേണ്ടിയാണ് ഇരുവരും ജീവൻ ബലിയർപ്പിച്ചതെന്ന് മനസ്സിലാക്കിയ ശിവൻ അവരെ ഉയിർത്തെഴുന്നേൽപ്പിച്ചു. അവർക്ക് മോചനം നൽകി സ്വന്തം ശരീരത്തിലേക്ക് എടുത്തു. ലിംഗത്തിന്റെ ചുവട്ടിൽ ഒരു ചിലന്തി, 2 ആനക്കൊമ്പുകൾ, 5 തലയുള്ള ഒരു സർപ്പം എന്നിവ ഭക്തനെ ഈ പരമമായ ഭക്തിയുടെ പ്രവൃത്തികളെ ഓർമ്മിപ്പിക്കാൻ കാണാം.